ഭരണവിരുദ്ധത അത് ഏറെ പ്രയോജനകരമാകാൻ പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ്. പഞ്ചാബിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയോ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഭരണമോ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഉത്തരാഖണ്ഡിൽ അവിടെ പുഷ്കർ സിംഗ് ധാമിയുടെ അധമ നടപടികൾ പരിപൂർണമായി ജനങ്ങൾ അത് തകർത്തു കളയും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ജനങ്ങൾ തോൽപ്പിച്ചു വിട്ട ഒരു മുഖ്യമന്ത്രി, ജനങ്ങൾ കൈയൊഴിഞ്ഞ ഒരു വ്യക്തിയെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി ഇലക്ഷൻ അട്ടിമറിയിലൂടെയാണ് അദ്ദേഹം വീണ്ടും MLA ആകുന്നത്, മുഖ്യമന്ത്രിയാകുന്നു. ഉത്തരാഖണ്ഡിൽ അങ്ങനെ കുറെ പറോട്ട് നാടകങ്ങൾ ജനങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അധികാരത്തിലുള്ളത് പരിപൂർണമായി 4 സംസ്ഥാനങ്ങളിലാണ്. ജാർഖണ്ഡിലും തമിഴ്നാട്ടിലുമൊക്കെ സഖ്യം എന്ന രീതിയിലാണ്. മറ്റ് പല പ്രദേശങ്ങളിലും ആ രീതിയിൽ സഖ്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജമ്മു ആൻഡ് കാശ്മീരിൽ കോൺഗ്രസിന് സഖ്യമുണ്ട് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പറഞ്ഞു വരുന്ന യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയോ ആയിട്ടുള്ള രീതിയിലേക്ക് ഭരണം കൈയാളാൻ കഴിയുന്ന 2 സംസ്ഥാനങ്ങൾ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി AICC പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. പ്രത്യേക നിരീക്ഷകരെ അയച്ച് കൂടുതൽ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡും രാജസ്ഥാനും അതുപോലെ തന്നെ കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളാണ്. കാരണം അവിടെ മുഖ്യ പ്രതിപക്ഷം എന്നതിനപ്പുറം BJPയുമായിട്ടുള്ള വോട്ട് ഷെയർ BJPയുടെ പ്രതാപകാലത്ത് പോലും വലിയ ഹൈപ്പിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രാജസ്ഥാനിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 70 സീറ്റുകളിലാണ് വിജയിച്ചത്. 2013 അപേക്ഷിച്ച് 2023 കോൺഗ്രസിന്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. തുടർഭരണം കിട്ടിയേക്കാവുന്ന ചാൻസ് ഉണ്ടായിട്ടും കൊണ്ട് കളഞ്ഞതായിരുന്നു. അതായത് ഈ രാജ്യം മുഴുവൻ കാവിക്കൊടി പാറിക്കും, ഈ രാജ്യം മുഴുവൻ കാവിമയമാണ് എന്ന് പറയുന്നത് വെറും മിഥ്യാധാരണയാണ്. വാസ്തവത്തിൽ അങ്ങനെ യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളുമില്ല. നേരിയ വ്യത്യാസത്തിൽ ചില സംസ്ഥാനങ്ങൾ BJP കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്ന് കരുതിയാൽ ആ സംസ്ഥാനത്ത് മുഴുവൻ കാവ്യമയമാണെന്ന് ഏതർത്ഥത്തിലാണ് പറയാൻ കഴിയുക? 2014 മുമ്പുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസിന് തിരിച്ച് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കാനാണ് ജനങ്ങൾക്കും താല്പര്യം.